ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വാഴോട് ഇളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഇളനാട് മിൽക്ക് പ്രൊഡക്ഷൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ പുതിയൊരു ഭാരത് ബെൻസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞ കളറിലെ ഒരു 12 ഒരു കണ്ടെയ്നർ അടിപൊളിയാണ്, കിടിലൻ വണ്ടിയാണ് ഗായ്സ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കമ്പനി വിശേഷങ്ങൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I'm gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയിലേക്ക് കയറാൻ മുമ്പ് കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പാലിക്കണം. അപ്പോൾ സാനിറ്റൈസർ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ സീനൊന്നുമില്ല കേട്ടോ, നമുക്ക് കയറാവുക. അപ്പോൾ എൻ്റെ പേര് ഇവിടെ ഒന്നുകൂടി എഴുതണം ഗൈസ്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കമ്പനിയിലേക്ക് കയറാം ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ്, നമ്മുടെ മഞ്ഞ കളറുള്ള വണ്ടി കണ്ട. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഭാരത് ബെൻസ് ഇറക്കിയ ഫസ്റ്റ് മോഡലുണ്ട്, സെക്കൻഡ് മോഡലുണ്ട്, തേർഡ് മോഡലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് വണ്ടിയായിരിക്കും കുറച്ചുകൂടി നല്ല അടിപൊളിയാണ്, കിടിലൻ? അത് നിങ്ങൾ ജസ്റ്റ് ആയി കമൻറ്റ് ചെയ്യട്ടാ. ഈ വണ്ടിയാണ് മഞ്ഞ വണ്ടിയാണ്, ആ വണ്ടിയാണ് ബ്യൂട്ടിഫുൾ കേട്ടാ. അപ്പോൾ വണ്ടി ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കണത്. ഇപ്പോൾ ഇവർ ലോഡ് കയറ്റാൻ വേണ്ടി ഇട്ടേക്കണേന്, അവർ പാലും കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി ഇട്ടേക്കണേന്. അപ്പോൾ വണ്ടി കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ടി നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം ഗൈസ്. ഇതാണ് നമ്മുടെ 12 ഭാരത് ബെൻസ് 3523 മോഡൽ വന്ന ആ ഒരു വണ്ടി. അപ്പോൾ വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടേക്കണേന്, നമ്മൾ ആ കമ്പനീനെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി സൈഡിലേക്ക് കൊണ്ടുവന്നേക്കണേന്. അപ്പോൾ വണ്ടി ഒന്ന് നോക്കിയേ, വേറെ ലെവലായിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്രാവശ്യത്തെ. അപ്പോൾ ഈ ഒരു മോഡലെന്ന് പറയുമ്പോൾ ഇവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്, നമ്മുടെ ഇളനാട് ഗ്രൂപ്പ് പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണത്. മഞ്ഞ കളർ കൊടുത്തേക്കാണ് ബാക്കിൽ, അതുപോലെ തന്നെ അതിൻ്റെ കണ്ടെയ്നർ ബോക്സുമേ മഞ്ഞ കൊടുത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി അഡ്വർടൈസ്മെൻറ്റ്സും ബാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയാൻ പോണത് ജസ്റ്റ് ഒരു സിമ്പിൾ റിവ്യൂ ആണ്, വലിയ റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല പറയാൻ പോണത്. അത് നമ്മൾ ക്യാബിൻ പറയുകയാണെങ്കിൽ നമ്മുടെ ടിപ്പർ 10 വീല് 12 വീല് ആ ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീപ്പർ ക്യാബിനല്ല, നമ്മുടെ സാധാരണ ഒരു 12 വീല് 14 വീലൊക്കെ വരുമെങ്കിൽ ബാക്കിലേക്ക് ഒരു സെപ്പറേറ്റ് ഒരു ക്യാബിൻ ഉണ്ട്, അങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് അതില്ല. അപ്പോൾ നിങ്ങളത് വേറൊരു വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 12 വീല് കണ്ടെയ്നർ ബോഡി ആയതുകൊണ്ട് നമ്മുടെ ബാറ്ററി ബോക്സിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബാറ്ററി ബോക്സ് വരുന്നത് നമ്മുടെ ഡ്രൈവർ സീറ്റ്, അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ ബാക്കിൽ തന്നെ സൈലൻസർ തൊട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ബാറ്ററി ബോക്സ് വരുന്നത്. 12 വോൾട്ട് പ്ലസ് 12 വാട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 14 വീലാണെങ്കിൽ നമ്മുടെ ബാറ്ററി ബോക്സ് വരുന്നത് ലെഫ്റ്റ് സൈഡ് നമ്മുടെ ക്യാബിൻ്റെ തൊട്ട് താഴെ തന്നെയായിരിക്കും വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈലൻസറും അതുപോലെ തന്നെ ബാറ്ററി ബോക്സും കവർ ചെയ്യാനായിട്ട് ചെറിയൊരു സേഫ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും തട്ടലോ മുട്ടലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഒരു സേഫ് ഗാർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലിഫ്റ്റ് ടാക്സിലാണ്. അപ്പോൾ ലിഫ്റ്റ് ടാക്സിൽ എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് ആവശ്യത്തിന് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ലോഡായിട്ട് ഫുൾ ലോഡായിട്ട് പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ലിഫ്റ്റ് ടാക്സിൽ താഴ്ത്തുള്ളൂ. അല്ലാത്തപ്പോൾ അത് മുകളിലേക്ക് പൊക്കി വെക്കും. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ചെറിയൊരു ടൂൾസ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജാക്കി കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും അത്യാവശ്യമായ ടൂൾസ് കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 2 ഡോർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വേറെ ഡോറ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഭാരത് ബെൻസിൻ്റെ 12 വീലോ അല്ലെങ്കിൽ 14 വീലോ കണ്ടെയ്നർ ബോഡി കെട്ടിയ വണ്ടികളുടെ ബാക്കിൽ കാണാനുണ്ടാവും ക്രോസ് ബമ്പർ. അതുപോലെ തന്നെ ഒരു കിഡിലൻ LED ടെയിൽ ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ ബാക്കിലാണെങ്കിൽ ഭാരത് ബെൻസിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. അപ്പോൾ ഉള്ളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഒരു സ്റ്റീലിൻ്റെ വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് വേറെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ട്രേ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടി ഈസി ആയിട്ട് വേണ്ടി ആ ഒരു കട്ടായിട്ട് അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഉള്ളിലത്തെ കാര്യങ്ങൾ. പിന്നെ ഉള്ളിലത്തെ വേറെ കാര്യമാണെങ്കിൽ ഫ്രീസറാണ്. ഫ്രീസർ നമുക്ക് പാലും അതുപോലെ തന്നെ അവരുടെ ഐറ്റംസ് മെയിനായിട്ട് ഇതൊക്കെയാണ്. നമ്മുടെ ബാക്കിൽ ഒരു സ്റ്റെപ്പിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഒരു ഇത് സൈഡ് സേഫ്റ്റിക്കായിട്ട് ഒരു 2 ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഇപ്പോൾ അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേറെ ഇനി എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യുമെന്നാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞത്. വേറെ വീൽ കപ്സ് അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റൊക്കെ വേറെ വെക്കുമെന്നൊക്കെ പറയണ്ടായി. വണ്ടി നമ്മുടെ ഷോറൂമിൽ നിന്ന് ചേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 36 ലക്ഷം രൂപ ഏകദേശം വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി വേറെ സെപ്പറേറ്റ് പണിയിപ്പിക്കണതാണ്. ഈ ഒരു ബാക്കിൽ കണ്ടെയ്നർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പണിയിപ്പിക്കണേ. കോയമ്പത്തൂരുള്ള സുരക്ഷയിലാണ് ഈ ഒരു ബോഡി കെട്ടുന്നത്. ഒരു ഫ്രീസർ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രീസർ കാര്യങ്ങളൊക്കെ എല്ലാം വേറെ സെറ്റ് ചെയ്യണേ. അപ്പോൾ കമ്പനിയിൽ നിന്ന് ആദ്യം കൊടുക്കുന്നത് ഒരു ചേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കോയമ്പത്തൂർ പോയിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 37 ലക്ഷം 36 ആ റേഞ്ചിലാണ് വരുന്നത്. ഓരോരു വേരിയൻ്റ് അനുസരിച്ചാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ഈ ഒരു ബോഡി കെട്ടിയേക്കുന്നതും പിന്നെ അതുപോലെ ഫ്രീസറും എല്ലാം കൂട്ടിയിട്ട് ഒരു 26 ലക്ഷം ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ഈ വണ്ടിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളി കിടിലൻ വണ്ടി ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ പല വണ്ടികൾ കണ്ടിട്ടുണ്ടാകും. പല രീതിയിലുള്ള കളർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ മഞ്ഞ കളർ തന്നെ അവർ ഫുള്ളായിട്ട് കൊടുത്തില്ല, വേറെ ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സുരക്ഷയുടെ ബാക്കിൽ അവർ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഗൈസ് വണ്ടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ, ഉള്ളിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വേറെ 2 ഇളനാടിൻ്റെ വണ്ടികൾ. അപ്പോൾ ഈ വണ്ടികൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആ വണ്ടി റിവ്യൂ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഈ വണ്ടി കുറച്ച് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് വണ്ടി കൊണ്ടുപോകുന്നത് എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു പാല് കമ്പനിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കും കയറാം. അപ്പോൾ ഈ ഉള്ളിലേക്ക് കയറാൻ പ്രത്യേക പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പെർമിഷനൊക്കെ സൗകര്യമൊക്കെ ചെയ്തത് നമ്മുടെ ഇളനാട് ഗ്രൂപ്പിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ കയറാൻ പോണേണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഉള്ള ഒരു ആദ്യത്തെ പരിപാടിയാണ് ഇത്. ഈ ഒരു കാലൊന്ന് കഴുകിയിട്ടാണ് കയറുന്നത്. ആണ്ടാ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കയറുന്നത് കേട്ടാ. ഫസ്റ്റ് എൻ്റെ ക്യാമറ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ ടെമ്പറേച്ചർ കാര്യങ്ങൾ കണ്ടാ, ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. പിന്നെ അത് വേറൊരു സംഭവം തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ചേട്ടാ. ഈ ഒരു സംഭവം വെക്കണം എന്താണ് നമ്മുടെ ഈ വർക്കേഴ്സിന്റെ ഒക്കെ മുടികളും കാര്യങ്ങളൊന്നും നമ്മുടെ പാലില് കാര്യങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കാൻ ആണ്ടോ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം നമ്മൾ വെക്കണത്. അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. നിങ്ങളെല്ലാവരും പാക്കറ്റ് പാൽ കൊണ്ടുപോകുന്ന വലിയ കണ്ടെയ്നർ വാഹനങ്ങളും ചെറിയ കണ്ടെയ്നർ വാഹനങ്ങളും ഓരോ കടകളുടെ മുമ്പിൽ വന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ഈ കണ്ടെയ്നർ വാഹനങ്ങൾ കമ്പനിയിൽ നിന്ന് വരുന്നത്. പശുവിൻ പാല് പല കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യും, അത് ഗുണമേന്മ ഉള്ള ഒരു പാലാണോ അല്ലെങ്കിൽ അല്ലേ എന്ന്. അതിനുശേഷമാണ് പ്രോസസ്സിങ് നടക്കുന്നത്. പ്രോസസ്സിങ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഒരു ലാബ് ടെസ്റ്റ് ഉണ്ട്. ആ ലാബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്കറ്റ് പാലായിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ മെഷീനറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റാഫുകൾ അതെല്ലാം കളക്ട് ചെയ്ത് ഓരോ നീല ട്രേയിലേക്ക് അടക്കി വെക്കുന്നു.
അതിനുശേഷം ആ ഒരു ട്രേ നമ്മൾ നേരെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് ഒന്നിന് പുറകെയായിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഫുള്ളായതിനു ശേഷം നമ്മുടെ കമ്പനിയിൽ നിന്നും ആ വാഹനം പല ജില്ലയിലേക്കായിട്ടും സപ്ലൈ ചെയ്യുന്നു. സപ്ലൈ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടികൾ കമ്പനിയുടെ പുറകുവശത്ത് വന്നിട്ട് ഇതുപോലെ ഓരോ ട്രേകളും നമ്മുടെ സ്റ്റീം വാഷ് ചെയ്യും. സ്റ്റീം വാഷ് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ നേരത്തെ കണ്ട പ്രോസസ്സുകൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ടീം വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിയും എല്ലാ പ്രിക്കോഷൻസും എടുത്താണ് ഇവർ നല്ല എഫോർട്ട് എടുക്കേണ്ടത് ഈ ഒരു കമ്പനിയിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വേറെ ലെവൽ ആൻഡ് കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ സത്യത്തിൽ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെ. കാരണം ഇതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരു ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറുമ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെയാണ്, ഫ്രീസിങ് മൈൻഡാണ്. ഉള്ളിൽ കുറേ അങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് ഇങ്ങനെ പാല് വെച്ചേക്കണുണ്ടല്ലോ, നാടിൻ്റെ പാല് കാര്യങ്ങളൊക്കെ വെച്ചേക്കണേന് കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പാല് കയറ്റിക്കൊണ്ടിരിക്കണേന്. അപ്പോൾ വേറെ വണ്ടി 2 കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ കാലിയാണ് കണ്ടത്. നമ്മുടെ ഫ്രീസർ ഇതാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രീസറിൻ്റെ ഇതിലാണ് ഈ പാലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പാല് ചീത്ത പോലെ വേറെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് പ്രോട്ടോക്കോളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. കണ്ടോ, മാസ്ക് കാര്യം എല്ലാവരും നല്ല അടിപൊളി, വേറെ രക്ഷയില്ല. ഏതെങ്കിലും ഒരു ട്രേഡിങ് കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കമ്പനി ആയിക്കോട്ടെ വലിയൊരു കമ്പനി ആയിക്കോട്ടെ, അവിടുത്തെ ഡ്രൈവേഴ്സിനെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യണത് എന്നുള്ള കാര്യത്തെ പറ്റി ജസ്റ്റ് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ആ കാര്യം ഇപ്പോൾ പറയാൻ പോണേണ്. അപ്പോൾ നമ്മുടെ ഏലനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ HR ആയ ചേട്ടൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന്. അപ്പോൾ ചേട്ടൻ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മളിവിടെ വേക്കൻസീസ് വരികയാണെങ്കിൽ നമ്മൾ ആഡ് പോസ്റ്റ് ചെയ്യാറുള്ളത് നമ്മുടെ ഏലനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ കൂടിയാണ് ആഡ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടണ ബയോഡാറ്റ നമ്മളിവിടെ ഒരു പാനലുണ്ട്, സെലക്ഷൻ പാനലുണ്ട്. അപ്പോൾ അവർ റിവ്യൂ ചെയ്യും ഫസ്റ്റ് ടൈം. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ആയ ആൾക്കാരെ ഇവിടുത്തെ കോൾ സെൻറ്ററിൽ നിന്ന് ഒരു ഫസ്റ്റ് കോൾ പോകും. അതിൽ കൂടെ ഒരു ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഡീറ്റെയിലൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ആയ ആൾക്കാരെ നമ്മളിവിടെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂവിന് സ്ക്രീനിങ് ടെസ്റ്റിനായിട്ട് വിളിക്കും. അതിൽ HR വക ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ ഒരു ഇൻ്റർവ്യൂ സെലക്ഷൻ പാനലുണ്ട് നമുക്ക്. അവർ സ്ക്രീനിങ് നടത്തും. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടാവും. 1 വീക്ക് ട്രെയിനിങ് നമ്മുടെ അവിടെ ട്രാൻസ്പോർട്ട് ഇൻചാർജ് ഉണ്ട്, ആളുടെ കൂടെ ഒരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടാവും. അതിലൂടെ ഇവരുടെ സ്കില്ല്, ഇവരെങ്ങനെ ഡ്രൈവ് ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിൽ നിന്നും നമ്മളൊരു സ്കോർ കൊടുക്കുക അവർക്ക്. അങ്ങനെ അതിൽ നിന്ന് ഇതിൽ നിന്ന് സെലക്ട് ആയ ആൾക്കാരെയാണ് നമ്മൾ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് MD ആയിട്ട് വിളിക്കുക. അങ്ങനെയാണ് ഇവിടെ സെലക്ഷൻ ചെയ്യണത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രൈവർ വേക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മളത് അശ്വിൻ ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ചെയ്യണത്. ഇത്ര ചെറിയൊരു ടാസ്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തിട്ട് മാത്രം അവർ എടുക്കുകയുള്ളൂ ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ ചേട്ടനും, പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ചേട്ടനും, പിന്നെ അതുപോലെ തന്നെ വിശാഖേട്ടനും എല്ലാവരും നമുക്ക് നമ്മുടെ കട്ട സപ്പോർട്ട് നമ്മുടെ ഈ വീഡിയോ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏലനാട് മിൽക്ക് പ്രൊഡക്ഷൻ കമ്പനി, അവർക്കൊന്ന് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.